നീ ചെയ്യടാ, നീ ചെയ്യും. അല്ല, ഭാര്യയും ഭർത്താവും കൂടി എനിക്കെതിരെ കുറ്റപത്രവും തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കാനോ? പറയാനുള്ളത് മുഴുവൻ എന്നെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും. അത്രയും നാട്ടുകാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ? വരുൺ പ്രിയങ്കയെ വിവാഹം കഴിച്ചു എന്ന് ആർക്കാടാ അറിഞ്ഞൂടാത്തത്? അവൾ ഒഴിഞ്ഞു കിട്ടിയ തക്കം നോക്കി രാധികയുമായിട്ട് വരുണിന്റെ വിവാഹം നടത്താൻ നിന്നോട് ആരാ പറഞ്ഞേ? കല്യാണം നടത്താൻ ഒരുങ്ങി നിൽക്കുമ്പോ പ്രിയങ്ക ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അന്ന് എന്നെ പിടിച്ചു പൂട്ടിയിട്ടു, എന്റെ തലയ്ക്ക് താളം വെച്ചു. പക്ഷേ സുകുമാരി ഭ്രാന്തിയാണെന്ന് നീയും നിന്റെ ഭാര്യയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ജയിച്ചോ? എന്റെ പ്രിയങ്ക മോള് തിരിച്ചു വന്നില്ലേ? അവള് കണിമംഗലം വരെ എത്തിയില്ലേ? ഇനി പ്രിയങ്ക മോള് കണിമംഗലത്ത് തന്നെ നിൽക്കും. വലിച്ചു പുറത്താക്കാൻ ഏതെങ്കിലും ഒരുത്തൻ ശ്രമിച്ച അവനെ പിന്നെ നിങ്ങൾ കാണുന്നതേ ജയിലിനകത്തായിരിക്കും. അമ്മേ, ഇപ്പോഴും അമ്മ എന്നുള്ള പരിഗണന വെച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരു വാക്ക് അമ്മ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും ദേവ. നീയും നിന്റെ ഭാര്യയും കൈ ഒഴിഞ്ഞപ്പോഴേ ആരും ഇല്ലാതായി പോയത് എന്റെ കൊച്ചിനാ. പെരുവഴിയിൽ ഏതോ തെണ്ടിത്തള്ള ഒരെണ്ണത്തിനെ പെറ്റിട്ടതിനെയും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് നിങ്ങൾക്ക് ജനിച്ചതിനെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ സുകുമാരി ജീവിച്ചിരിക്കുന്നത് വരെ പ്രിയങ്ക മോളെ ആരും തള്ളിക്കളയില്ല. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും അവളെ ഞാൻ കണിമംഗലത്ത് ജീവിപ്പിക്കും. അവളെ വരുണിനെ സ്വീകരിക്കേണ്ടി വരും. അമ്മേ, എന്താടാ കൈ തരിക്കുന്നുണ്ടോ നിനക്ക്? നിത്യേനെ ദൈവത്തിനെ പൂജിക്കുന്ന കൈകൊണ്ട് നൊന്തുപെറ്റ അമ്മയെ തല്ലണോ നിനക്ക്? തല്ലണ്ട, കൊല്ല്. നീ എന്നെ അങ്ങ് കൊല്ലടാ. അമ്മേ, കൊല്ലടാ. കൊല്ലാൻ എന്നെ അങ്ങ് കൊല്ല്. കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ല്. കൊല്ലാൻ എന്തിനടാ മടിക്കുന്നേ? കഴുത്ത് ഞെരിച്ച് കൊല്ലെന്നെ. അപ്പോഴും ദേവനാരായണൻ തിരുമേനിയെ ന്യായീകരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. പോരാ, എല്ലാരും കൂടി കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. എല്ലാരെയും കൊല്ലുകയൊന്നുമില്ലടാ. പക്ഷേ കൊല്ലേണ്ടവരെ സുകുമാരി തെരഞ്ഞു പിടിച്ചു കൊല്ലും. ചെയ്യാൻ പറ്റുക. ചന്ദ്രശേഖരൻ ജയിലിലായ കാര്യം പോലും ആളുകൾ ചെവിക്ക് ചെവി സംസാരിച്ചു എന്നല്ലാതെ നമ്മുടെ മുഖത്തേക്ക് ഒരു ചോദ്യം ആരും എറിഞ്ഞിട്ടില്ല. കാലങ്ങളായിട്ട് കണിമംഗലത്തിലുണ്ടായിരുന്ന തലപ്പൊക്കം സുകുമാരിയമ്മ ഇന്ന് അവസാനിപ്പിച്ചു. അതിനുള്ള തെളിവല്ലേ വന്നുകൂടി ആളുകളുടെ സംസാരം. അയൽപക്കത്തൊരു നേട്ടം ഉണ്ടായാല് അത് സംസാരിക്കാതെ ഒഴിവാക്കും. സ്വത്ത് തർക്കമോ അതിന്റെ പേരിൽ അടിപിടിയോ ആണെങ്കില് വെറുതെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു നിർത്തും. പക്ഷേ ഒരു പെണ്ണ് കേസാണെങ്കില് എല്ലാ കുടുംബത്തിലത് സംസാരം ഉണ്ടാവും. അവര് നോക്കുമ്പോ അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരാൾക്ക് 2 ഭാര്യമാര്. അതിന്റെ അവകാശ തർക്കം പറയാൻ എത്രമാത്രം കഥകളുണ്ടാവും. പ്രിയങ്ക സ്ഥിരമായിട്ട് ഇവിടെ നിന്ന ആളുകളൊക്കെ പറയാൻ തുടങ്ങുന്നത് വരുണിന്റെ നടപടി ദൂഷ്യത്തെക്കുറിച്ചായിരിക്കും. ഇതിനിടയിൽ ആകെ ഒരു സമാധാനം പ്രിയങ്കയ്ക്ക് ഇപ്പൊ വരുണിനെ തിരിച്ചറിഞ്ഞൂടാന്നുള്ളതാ. അതുകൊണ്ട് എന്താ കാര്യം? ബലമായിട്ട് ഇറക്കി വിടുകന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യാമേ. വേണമെങ്കിൽ ആരെങ്കിലും സഹായത്തിന് വിളിക്കുകയും ചെയ്യാം. സുകുമാരിയമ്മയെ
കണിമംഗലത്തിന്റെ പടി കയറ്റാതിരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് കഴിഞ്ഞ് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെയല്ലേ ഉത്തരം പറയേണ്ടത്. പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയ എന്താവും സ്ഥിതി? വരുണിനെ വിളിപ്പിക്കും, അതിനു പുറകെ രാധികയും. ചോദ്യം ചെയ്യൽ വികൃതമായിരിക്കും. അതിനു പുറകെ ഇപ്പൊ ഈ മുട്ടിന് വാർത്ത കൊടുക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവരും ഇറങ്ങിത്തിരിക്കും. മുമ്പ് ഓർമ്മയില്ലേ വരുണിനെയും രാധികയും കോടതിയിൽ ഹാജരാക്കിയ ദിവസം? അങ്ങനെ കുറെ വാർത്തകൾ അവരുണ്ടാക്കുകയും ചെയ്തു. അതിന്റെയൊക്കെ ബാക്കി ഉണ്ടാവും ഇനി. ദേവനാരായണൻ തിരുമേനിയും യശോദയും പൂർണ്ണമായും നമ്മുടെ കൂടെയാ. എതിര് നിൽക്കുന്നത് സുകുമാരിയമ്മ മാത്രമാണ്. അവരുടെ ആർത്തിക്കാരിയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട്. നീ എന്താ പത്മിനി ഈ പറയുന്നേ? സുകുമാരി അമ്മയ്ക്ക് കൈക്കൂലി കൊടുക്കാനോ? അങ്ങനെ കൊടുത്താ സുകുമാരി അത് ആൾക്കാരോട് വിളിച്ചു പറയും. അതോടെ നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയും. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വരുൺ തിരിച്ചു വരുമ്പോ അവനോടും പറയണം. എന്തിനും തുനിഞ്ഞു നിൽക്കുന്ന സുകുമാരിയമ്മയുടെ കയ്യിൽ നിന്ന് രാധികയെ നമ്മുടെ മകനെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എന്തായാലും പ്രിയങ്കയുടെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വരുണിന്റെ അധികം തിരിച്ചെത്തിയാൽ